അപ്പോൾ നിങ്ങളെ നിലവിലെ ചാമ്പ്യന്മാരെ ഈ IPL പ്ലേ ഓഫ് ഒന്ന് പുറത്താക്കാന്നൊക്കെ വലിയ വീമ്പടിച്ച് ഇങ്ങോട്ട് വന്നതാണ്. എന്തുണ്ടായത്? നിങ്ങൾ പ്ലേ ഓഫ് കയറിയാ ഞങ്ങൾ പ്ലേ ഓഫ് എത്തൂല എന്നുള്ള രൂപത്തിലായ ഞങ്ങൾ കേറാനുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടല്ലേ ജയിച്ചതേ. 9 പോയിന്റ് ഞങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഓരോരുത്തർ 14 പോയിന്റ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ 14 പോയിന്റ് കിട്ടും. 12 പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും 7ാം സ്ഥാനത്തുമാണ്. ഒന്നും ആയിട്ടില്ല. നിങ്ങൾ പ്ലേ ഓഫ് പ്രാവശ്യം കാണൂല, എഴുതിയാണ് വെച്ചോളി. പ്ലേ ഓഫ് കാണൂല ആണെങ്കിൽ ആ ദിഗ്ബേജ് അടുത്ത് പോയി ഒപ്പ് പിടിച്ചാൽ ഞങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരാണ്. അത് ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്? കംപ്ലീറ്റ് ടീം എഫേർട്ടാണ്. ഫുൾ എല്ലാവരും ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും ഒക്കെ. ബോളിങ്ങിലാണ് ഞങ്ങളെ വിക്കറ്റ് ഒരു 7 ബോളിലും ചക്രവർത്തി ലാസ്റ്റ് 2 വിക്കറ്റ് അടുപ്പിച്ചെടുത്തല്ലേ. സ്റ്റാർക്കിന്റെ ഒക്കെ വിക്കറ്റ് അല്ലേ ഇത് എന്ന് പറഞ്ഞാല്. ആ 7 ബോളിൽ 3 വിക്കറ്റ് പോയി. അക്സർ പിന്നെ മറ്റേ സ്റ്റെപ്സ് ഡൂപ്ലസ് ആയിക്കോട്ടെ ആയി കളി ഇരിഞ്ഞ് അത്ര തന്നെ ഉള്ളു. എന്നിട്ടും നിങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല. വിപ്രാജ് അടിച്ച് നിങ്ങളെ ബാറ്റ് വിട്ട് എന്നിട്ട് ലാസ്റ്റ് ഔട്ട് സമ്മതിച്ച് കുറ്റിക്ക് പോയി. നിന്നുകാണ്ട് പുതിയ ഒരുത്തം നിന്നുകാണ്ട് നിങ്ങളെ വെല്ലുവിളിച്ചാണ്. അതൊക്കെ വെറുതെ ഒരു രസത്തിന് ഒരു അച്ചാറൊക്കെ വേണ്ടേ, എരും പുളിക്കൊക്കെ. അതിന് വേണ്ടിട്ടാണ് ബോൾ അടിച്ചോട്ടെ അടിച്ചല്ലേ. അപ്പൊ ആ 3 വിക്കറ്റ് എടുത്തപ്പോ തന്നെ നിങ്ങൾ തീർന്നിക്കണ്. പിന്നെ ഞങ്ങളുടെ നരേന്റെ ബോളിങ് ബാറ്റിംഗ് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് വെറുതെ ബാറ്റിങ്ങിലാണ് ഓപ്പണിംഗ് അടിച്ചില്ലല്ലോ. 10-27 റണ്ണല്ലേ അത്ര തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നരേനെന്ന് പറഞ്ഞാൽ അത്രയാണ്. ക്യാമിയോ കളിക്കുന്നു, കുറച്ച് ബോളിൽ സ്കോർ ചെയ്ത് ഔട്ട് ആവുന്നു, ബോളിങ് അടിപൊളിയാക്കുന്നു, അത്രേ ഉള്ളൂ നരേൻ്റെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പൊ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. രഘുവൻഷിൻ്റെ പിന്നെ ഞങ്ങളെ ക്യാപ്റ്റന് എല്ലാവരും ഗുർബാസ് എല്ലാവരും ഫോമ്. ഇനി എണ്ണി പറയാൻ എല്ലാവരും അവസാനം വരെ എല്ലാവരും ഫോമില്ല. പിന്നെ നിങ്ങൾ ഫോമില്ല അവസാനം ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ പരാതി പറഞ്ഞതിൻ്റെ റിങ്കു സിംഗ് എല്ലാവരും കളി തന്നെ, കളിയോട് കളി. ഞങ്ങൾ ഈ പ്രാവശ്യം ചാമ്പ്യന്മാരാവും ഉറപ്പാ. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഏതായാലും പ്ലേ ഓഫിൽ എത്തൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഇത് കണ്ട പാമ്പിന്റെ വാല്, പാമ്പോടെ കുടുങ്ങിക്കണ് ആ അവസ്ഥ നിങ്ങൾക്ക് അതിന് പുറത്ത് ഒന്ന് നോക്കി നിഹാലൊന്ന് തിരിച്ചു നോക്കി. അതിന്റെ വാല് മാത്രം കാണുന്നത്. അല്ലോ തല പുറത്തേക്ക് എന്താണ് കാണും? ഓന്താണ്. ഏതായാലും ആ കുടുങ്ങിയ പോലെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല, പുറത്തേക്കും വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് പ്ലേ ഓഫ് ഉണ്ടാവില്ല, ഒരു ഒലക്കി ഉണ്ടാവില്ല.